എം വി നികേഷ് കുമാർ, ഈ ചർച്ച കുറച്ച് ദിവസങ്ങളായി നമ്മൾ തുടരുന്നു. ഇന്നിപ്പോ CPM അതിനെ പ്രതിരോധിച്ചിരിക്കുന്നത് എല്ലാം രാഷ്ട്രീയമാണ്, എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ, ഒന്നുമില്ല ഈ കേസിൽ എന്നാണ്. അങ്ങനെയാണോ? സ്വാഭാവികമായിട്ടും CPM അങ്ങനെയാണല്ലോ അതിനോട് പ്രതികരിക്കുക. CPMനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി അവരെടുക്കുന്ന നിലപാട് അതാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പിണറായി വിജയൻ മൈനസ് എക്സാലോജിക്ക്, ഇതിലൊന്നുമില്ല എന്നുള്ള വാദം MV ഗോവിന്ദൻ തുടരുകയാണ്. മാത്രമല്ല കുറച്ചുകൂടി അതിനെ രാഷ്ട്രീയമായി നേരിടും എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് MV ഗോവിന്ദൻ എന്നുള്ളതാണ് ഞാനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമുക്ക് ഇതിനകത്ത് കൂടുതൽ അപ്ഡേഷനൊന്നുമില്ല. റൂൾ 53 പ്രകാരം ഇത് ചർച്ച ചെയ്യാനാകില്ല എന്നാണ് ഇന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞിട്ടുള്ളത്. നിയമസഭയിൽ മുഖ്യമന്ത്രിയും എത്തിയിട്ടില്ല. അതിൽ മറ്റൊരു കക്ഷിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും നിയമസഭയിൽ കണ്ടില്ല. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹവും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കേസ് എന്തായാലും SFIO അന്വേഷണത്തിന് പോയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ROCയുടെ 3-അംഗ സമിതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ 4-അംഗ സമിതിയുടെ 8 മാസത്തെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് SFIO അന്വേഷണവും ഉള്ളത്. അന്വേഷണം നടക്കട്ടെ, അതിനകത്ത് സാധ്യമായ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിലൊക്കെ തന്നെയും പുറപ്പെടുവിക്കുന്ന അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. അത് സാധ്യമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് പ്രാഥമികമായി പറയാനുള്ളത്. നമുക്ക് ചർച്ച വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ കൂട്ടിച്ചേർത്തോളാം. Meet the editors.